പീസ് ആൻഡ് ജോയ്. 1201 പെറൂജിയയും അസീസിയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അസീസിയുടെ സൈന്യത്തിലാണ്, പ്രത്യേകിച്ച് അത് മിനോരസ് ആണ് അതിന് നേതൃത്വം വഹിക്കുക. അതിന്റെ നേതാക്കളിൽ ഒരാളായിട്ട് ഫ്രാൻസിസ് മാറുകയാണ്. ഈ യുദ്ധത്തില് പക്ഷെ പേപ്പൽ സ്റ്റേറ്റ് ആയിട്ടുള്ള പെറൂജിയ വിജയിക്കുകയാണ്. അസീസിയിലെ അനേകം സൈനികരെ പെറൂജിയ തടവുകാരായിട്ട് കൊണ്ടുവന്നു. ഫ്രാൻസിസും കൂട്ടാളികളും ഒക്കെ ഏകദേശം 1 വർഷത്തോളം തടവറയിൽ കിടക്കുകയാണ്. തടവറയിലായിരിക്കുമ്പോഴും നമ്മളിവിടെ ഒരു കാര്യം വ്യക്തമാണ്, പെറൂജിയ പേപ്പൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ഈ ഘട്ടത്തില് അസീസിയുടെ ഒരു സൈനികനായിട്ടാണ് നിൽക്കുക, പോരാളിയായിട്ടാണ് നിൽക്കുക, മാർപ്പാപ്പയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുക. പിന്നെ സംഭവിക്കുന്ന ഇതാണ്, ഈ തടവറയിൽ കിടക്കുമ്പോഴും ഫ്രാൻസിസ് ആ തടവുകാരുടെ നേതൃത്വത്തിലേക്ക് വരിക. അവന് ജന്മനാ കിട്ടിയ നേതൃത്വ പാഠവും അതോടൊപ്പം തന്നെ അവൻ ആ അസീസിയുടെ തെരുവുകളിലൂടെ അലഞ്ഞു നടന്നപ്പോൾ, ആ യുവജനങ്ങളെ കൂട്ടിപ്പിടിച്ച് ആഘോഷ തിമിർപ്പിൽ ആയിരുന്നപ്പോൾ കിട്ടിയ നേതൃത്വ പാഠവും പീക്കായെ പോലെ അവന് പകർന്നു കിട്ടിയ, പീക്കായിൽ നിന്ന് കിട്ടിയ ആ ഒരു സംഗീതവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഈ തടവുകാരെ പല രീതിയിൽ ഉണർത്തുകയാണ്. തടവുകാരെ ദുഃഖിച്ചിരിക്കുന്നു, ചിലര് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിരാശയിൽ വീണു പോകുന്ന അവരെ ആഘോഷ തിമർപ്പില് ഫ്രാൻസിസ് ഉയർത്തി നിർത്തുകയാണ്. അവൻ അവരുടെ നേതൃത്വത്തിലാണ്. പക്ഷേ അവൻ പിന്നീട് ആ തടവറയിൽ നിന്ന് ഏകദേശം 1 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവന്റെ ജീവിതത്തില് മാറ്റത്തിന്റെ ആദ്യത്തെ അടയാളം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പീക്കായുടെ പ്രാർത്ഥനയുണ്ടാവാം, കഠിനമായ തടവറയിലെ ജീവിതം ഉണ്ടാവാം. ഇവിടെ ദൈവം എങ്ങനെയാണ് ഫ്രാൻസിസിനെ വിശുദ്ധ ഫ്രാൻസിസ് ആയിട്ട് രൂപപ്പെടുത്തുന്നത്? ആദ്യം അവൻ അസീസിയുടെ പക്ഷത്താണ്, അതായത് പൊതുജനത്തിനൊപ്പം നിന്നുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് എതിരെ നിൽക്കുകയാണ്. രണ്ടാമത് സംഭവിക്കുന്ന എന്താണ്? ഇവൻ തടവുകാരുടെ നേതൃത്വത്തിലായിരിക്കുമ്പോഴും ഒരു സന്യാസ പരിശീലനം പോലെ ഒതുക്കപ്പെടുന്നിടത്തും ആനന്ദത്തിലായിരിക്കാനുള്ള പരിശീലനം പരിശുദ്ധാത്മാവ് അവന് കൊടുക്കുകയാണ്. ഒരു തടവറയിലായിരിക്കുമ്പോഴും സന്തോഷത്തിലായിരിക്കാനുള്ള ഒരവസരം. അത് സന്യാസത്തിന്റെ പല മുറിക്കപ്പെടലുകൾക്കിടയിലും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്തിന്റെ സമൃദ്ധിയെ അവൻ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ആ ദാരിദ്ര്യത്തില്, സുവിശേഷ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോഴും ആ പരിമിതികൾക്കുള്ളിലും അവൻ ആനന്ദിക്കാനുള്ള ഒരു പരിശീലനം ഈ തടവറയിൽ പോലും അവനൊരു പക്ഷേ ലഭിക്കുന്നുണ്ടാവാം. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങള്, കാലാവസ്ഥയുടെ പരുക്കൻ പ്രതലങ്ങളിൽ പോലും ഫ്രാൻസിസ് ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു പരിശീലനം ഒരുപക്ഷെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാം. ഫ്രാൻസിസ് തടവറയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ആദ്യത്തെ ആത്മീയ അനുഭവം അവനുണ്ടാകുന്നതിന്റെയും ഒരു കാരണം ഇത് തന്നെയാവാം. ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങി 1 വർഷമായി തന്റെ കൂട്ടാളികളെ വീണ്ടും കണ്ടിട്ട് അവരെല്ലാം വലിയ സന്തോഷത്തിൽ ഫ്രാൻസിസിന് ചുറ്റും അസീസിയിൽ അന്നേരം ഉണ്ടായിരുന്നവർ കൂടുകയാണ്. പക്ഷെ ഫ്രാൻസിസിനെല്ലാം വളരെ മിഥ്യയായിട്ട് തോന്നുകയാണ്. സർവം മായ എന്ന് പറയുന്നത് പോലെ എല്ലാം മായയായിട്ട് തോന്നുകയാണ്. അതുവരെ തന്നെ ആനന്ദിപ്പിച്ചിരുന്ന പ്രകൃതി ഭംഗി, എന്തോ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കൂട്ടുകാരുമായിട്ട് ഒത്ത് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയൊക്കെ എന്തോ ഒരു ശൂന്യതയുണ്ട്. ഫ്രാൻസിസിന് തിരിച്ചറിയാനാവുന്നില്ല എന്താണ് ആ ശൂന്യതയെന്ന്. ആ ശൂന്യതയെ നികത്താനുള്ള ആ സമൃദ്ധി ക്രിസ്തുവാണെന്ന് അന്നേരം ഫ്രാൻസിസിന് മനസ്സിലാകുന്നില്ല. ഫ്രാൻസിസ് ആ ശൂന്യതകളില് ഒരു അല്പം അർത്ഥശങ്കയോടെ പങ്കുചേരുന്നുണ്ട്. ഫ്രാൻസിസ് ആഘോഷങ്ങളിലാണെങ്കിലും എവിടെയൊക്കെയോ ഈ ശൂന്യത ഒരു മുറിവായിട്ട് അവനെ എന്തിലേക്കൊക്കെയോ നയിക്കുന്ന രീതിയിൽ അവൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവം ഇടപെടുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ തകർച്ചയുടെ വെട്ടിയൊരുക്കലുകളിലാവാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില തടവ് അനുഭവങ്ങളാവാം, ചില പരാജയങ്ങളാവാം. അവിടെയൊക്കെ നമ്മൾ കർത്താവിന്റെ സ്വരം കേൾക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് ഒരു ശൂന്യതയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ശൂന്യതയുടെ ഉത്തരം അധികം താമസിക്കാതെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ഏത് അന്ധകാര അവസ്ഥയിലും നമുക്ക് ഉറപ്പുള്ള പ്രത്യാശ, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന ഈശോയുടെ വചനം ഈശോയിലേക്ക് നോക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കട്ടെ. ഫ്രാൻസിസ് ആ അന്ധകാരത്തിനപ്പുറത്ത്, ആ അർത്ഥശൂന്യതയ്ക്കും അപ്പുറത്ത് ഒരു ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാവുന്ന ഒരു അർത്ഥം കണ്ടെത്തിയതുപോലെ കർത്താവ് നമ്മളെ അവന്റെ വഴികളിലേക്ക് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.